ഹൃദയത്തിൻ വേദനയും ഞാനേറ്റ മുറിവുകളും ഹൃദയത്തിൻ വേദനയും അറിഞ്ഞു എൻ വൈകല്യം സുഖമാക്കിയോ ഒരു നാളും പിരിയില്ല ഒരു നാളും മറക്കില്ല ഒരു നാളും പിരിയില്ല എന്നെന്നും സാക്ഷിക്കും എന്നെ നടത്തിയ വഴികളോർത്താൻ എന്നെ കരുതിയ വിധങ്ങളോർത്താൻ എന്നെ നടത്തിയ വഴികളോർത്താൻ എന്നെ കരുതിയ വിധങ്ങളോർത്താൻ ഉള്ളം നന്ദിയാൽ നിറഞ്ഞിടുന്നേ കൺകൾ നന്ദിയാൽ തുളുമ്പിടുന്നേ ഉള്ളം നന്ദിയാൽ നിറഞ്ഞിടുന്നേ കൺകൾ നന്ദിയാൽ തുളുമ്പിടുന്നേ യേശുവേ ഉന്നതനേ യേശുവേ ആരാധ്യനേ യേശുവേ ഉന്നതനേ യേശുവേ ആരാധ്യനേ വാക്യം എന്ന പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ 14-ാം അധ്യായം 26 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കും: യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവ, അതിനാൽ മരണത്തിൻ്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യഹോവ ഭക്തന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ കാലഗതികൾ, ലോകത്തിന്റെ സകല വിധത്തിലുള്ള നമുക്ക് അവർ തരുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്നതായിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നമ്മുടെ മക്കൾക്ക് ശരണമുണ്ടാകാൻ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ തലമുറയ്ക്ക് ഒരു നന്മയുണ്ടാകാൻ ഒരേ ഒരു വഴി ബൈബിൾ നമ്മളോട് പ്രതിപാദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അത് യഹോവ ഭക്തിയാണ്. ആമേൻ. യഹോവ ഭക്തൻ അവന്റെ സന്തതിയെ കുറിച്ച് ദൃഢധൈര്യത്തോടെ പറയും, എന്റെ മക്കൾക്ക് ശരണമുണ്ടാകും, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതേ ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാഗ്ദത്തമാണ്. അതേ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ആമേൻ. യഹോവ ഭക്തി ജീവന്റെ ഉറവ, അതിനാൽ മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പൊന്നുമക്കൾ അനുഗ്രഹിക്കപ്പെടാൻ മാതാപിതാക്കളായ നാം യഹോവ ഭക്തിയോടെ, ദൈവഭക്തിയോടെ, ദൈവവചനമനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഇടയായി തീരണം. അതേ, ഒരു ഭക്തനെ, അവന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് ഈ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ തലമുറയെ രക്ഷിക്കും, നിങ്ങളുടെ തലമുറയെ സഹായിക്കും. ഞാൻ മറ്റൊരു വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. മലാക്കി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഇവിടെ വചനം പറയുകയാണ്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു രോഗിയാണ്,
മാറാരോഗത്തിന് അവൻ പ്രയാസപ്പെടുകയാണ്. അവൻ അല്പം ബുദ്ധിക്കുറവുണ്ട്. പഠനത്തിൽ അവന് മികവ് കാണിക്കാൻ സാധിക്കുന്നില്ല. മാനസികമായൊരു പ്രശ്നം അവനുണ്ട്. ശാരീരികമായൊരു പ്രശ്നം അവനുണ്ട്. അതെ, എത്ര ചികിത്സിച്ചിട്ടും അവന്റെ രോഗം മാറുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സമയത്ത് എന്നെ കേൾക്കുന്നെങ്കിൽ, അതെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരാരെങ്കിലും തങ്ങളുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അതെ, നിങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങളുടെ തലമുറയെ വിടിവിക്കുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം പകരുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി പകരുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാനസിക സ്ഥിതിയെ ശരിയാക്കി തരുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ, ആ യേശുവിന്റെ നാമത്തെ നിങ്ങൾ വിളിക്കുന്നെങ്കിൽ, നിശ്ചയമായും നിങ്ങളുടെ തലമുറയ്ക്കൊരു വിടുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു വിടുതൽ ഒരുക്കിയിട്ടുണ്ട്. നിശ്ചയമായും ആമേൻ. ഈ ദൈവം നമ്മുടെ ദൈവം, അവൻ നമ്മെ സഹായിപ്പാനിടയായി തീരും. അതെ, യഹോവ എന്റെ ജനം, യഹോവ എന്റെ ദൈവം, ഞാൻ അവന്റെ ജനമെന്ന് ആര് പറയുന്നു? ഇന്ന് ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, യഹോവ എന്റെ ദൈവം, ഞാൻ അവന്റെ ജനം എന്ന് ധൈര്യത്തോടെ പറഞ്ഞാൽ നിന്നെയും നിന്റെ തലമുറയെയും അവൻ കാക്കും, അവൻ രക്ഷിക്കും. കാരണം തന്റെ ജനത്തെ കാക്കാൻ ശക്തിയുള്ള, തന്റെ ജനത്തെ കാക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നിങ്ങളുടെ മുന്നിൽ വരച്ചു കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘുപ്രഭാഷണം നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യഹോവ ദൈവമാകുന്ന ഒരു ജനമായി നാം എല്ലാവരും മാറുവാൻ ഞങ്ങൾ പ്രത്യാശയോടെ നിങ്ങളെ ഓർപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഒന്നിച്ച് അതിനായി സഹായിക്കട്ടെ.